ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ. അപ്പോൾ അതെ, ഈ നൂഡിൽസാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ അതെ, അതിന് വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഉരുളിയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബീൻസ്, ഗ്രീൻ പീസ് ഇതും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ എടുത്തിട്ടില്ല, ഒരുപാട് വെജിറ്റബിൾസ് ആയാൽ ടേസ്റ്റ് അത്രയ്ക്ക് വരില്ല. അപ്പോൾ അതെ, ഞാൻ ആദ്യമേ ഉള്ളി ഒന്ന് അടർത്തി സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് കട്ട് ചെയ്തത്, കുറച്ചും കൂടെ വഴറ്റാൻ എളുപ്പമുണ്ടല്ലോ, എല്ലാം ഒരുപോലെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സ്ക്വയർ പീസ് ആക്കണേ സ്ക്വയർ പീസ് ആക്കാം. അപ്പോൾ ക്യാപ്സിക്കം ആദ്യമേ ഓണിയൻ ഇട്ട് കൊടുത്തു, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് അത് അത്രയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ നമുക്ക് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിരിക്കണം കേട്ടോ. 2 or 3 മുട്ട എടുക്കാം. അപ്പോൾ 2 മുട്ട എടുത്ത്, ഇവിടെ മുട്ടയുടെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കൊന്നും ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് 2 മുട്ട എടുത്തുള്ളൂ. 3 മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതും ഈ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് പിന്നെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പ് പോയി കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് കുറച്ച് സോയാ സോസ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവാണ്. ഞാൻ ഒരുപാട് ഒഴിച്ചിട്ടില്ല, എനിക്ക് സോയാ സോസ് അത്ര ഇഷ്ടമല്ല. അപ്പം ഒരുവിധം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക്, ഞാൻ ആ നൂഡിൽസ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് തിളച്ചിങ്ങനെ വേവിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അതാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. അപ്പം നേരത്തെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് എളുപ്പമായി ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഇത് നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ, തലേ ദിവസം. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒരുപാട് പൊടിഞ്ഞു പോകാതെ മിക്സാക്കി എടുക്കുക. വലിയ വലിയ ഇങ്ങനെ പീസ് പോലെ, പീസല്ലല്ലോ, ഇങ്ങനെ നീളത്തിൽ ഈ നൂഡിൽസ് എടുക്കാം. ഞങ്ങൾക്ക് പക്ഷേ ഇത്തിരി ചെറുതാക്കി എടുക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാനതൊന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. നീളത്തിലാണെന്നുണ്ടെങ്കിൽ അത് പൊടിയാതെ അങ്ങനെ തന്നെ നമുക്ക് വേവിച്ചതിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല അടിപൊളി നൂഡിൽസ്